ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസിന്ദ്. ഇന്നത്തെ വീഡിയോ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഹോം റെമഡീസിനെ കുറിച്ചും അതുപോലെ തന്നെ ആയുർവേദത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ആഹാരക്രമങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഹൈ പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് മൂലം യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ കക്ക ഇറച്ചി പോലുള്ള ഷെൽ ഫിഷുകൾ, അതായത് കക്ക ഇറച്ചി, പ്രോൺസ് അല്ലെങ്കിൽ കൊഞ്ച്, അതുപോലെ തന്നെ ഞണ്ട്, ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് മൂലം, അതുപോലെ തന്നെ ആൽക്കഹോൾ കൂടുതൽ കൺസപ്ഷൻ ചെയ്യുന്ന ആൾക്കാരിലും, അതായത് മദ്യം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലും, അതുപോലെ തന്നെ ബീവറേജസ്, അതായത് മധുരപാനീയങ്ങൾ, പ്രത്യേകിച്ച് കാർബണേറ്റഡ് ആയിട്ടുള്ള, അതായത് സോഡ ചേർത്തിട്ടുള്ള മധുരപാനീയങ്ങൾ കഴിക്കുന്നവരിലും ഇതുപോലെയുള്ള യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടുതലായിട്ട് ബ്ലഡിൽ വരുന്നതായിട്ട് കണ്ടുവരുന്നത്. മാത്രമല്ല ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരിലും, അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരിലും, അതുപോലെ യൂറിക് ആസിഡ് ബ്ലഡിൽ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 5.5 mg/dl ആണ്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഹൈപ്പർ യൂറിയമീയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ യൂറിക് ആസിഡ് പോയിട്ട് നമ്മുടെ ജോയിൻസിലും അതുപോലെ തന്നെ കിഡ്നിയിലുമൊക്കെ സ്റ്റോൺ ഉണ്ടാക്കാൻ, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ്, നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുമൂലം നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. യൂറിക് ആസിഡ് കൂടുതലാകുന്നത് മൂലം ഉണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് സന്ധികൾ തോറും വേദന, അതുപോലെ തന്നെ നീർക്കെട്ട്, ചുവപ്പ് നിറം, അതുപോലെ തന്നെ അവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ചൂട് കൂടുതലായിരിക്കുക, ഇതൊക്കെയാണ്. അതായത് ഇൻഫ്ലമേഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഇതുപോലെ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് തൊടുമ്പോൾ നല്ല വേദനയായിരിക്കും ആ സന്ധികൾ തോറും. ഇതൊക്കെയാണ് ഗൗട്ടി ആർത്രൈറ്റിസിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നത് പോലെയുള്ള കിഡ്നിക്ക് ഡാമേജ് വരാനും ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കിഡ്നിക്ക് സ്റ്റോൺസ്, യൂറിക് ആസിഡ് സ്റ്റോൺസ് വരാനും, അതുപോലെ തന്നെ അതുമൂലം നമുക്ക് നടുവേദന, അതുപോലെ തന്നെ യൂറിനിലൂടെ ബ്ലഡ് പോവുക, ഇതുപോലുള്ള സിംറ്റംസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. യൂറിക് ആസിഡ് ബ്ലഡിൽ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ വാട്ടർ ഇൻടേക്ക്, അതായത് നമ്മൾ എത്രത്തോളം വെള്ളം ഡെയിലി കുടിക്കുന്നു എന്നുള്ളതിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ റെഡ് മീറ്റ്, അതായത് പോർക്ക്, ബീഫ്, അതുപോലെ തന്നെ മട്ടൺ, ഇതുപോലുള്ള മീറ്റ് ഐറ്റംസ് ഒഴിവാക്കുക, മത്സ്യമാംസങ്ങൾ ഒഴിവാക്കണം. സീ ഫുഡ്, പ്രത്യേകിച്ച് ഷെൽഫിഷ് ആയിട്ടുള്ള പ്രോൺസ്, നേരത്തെ പറഞ്ഞ പോലുള്ള കക്ക ഇറച്ചി, ഇതുപോലുള്ള ഷെൽഫിഷുകൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ കൺസംഷൻ, അതായത് മദ്യം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ വരണാതി പോലുള്ള കഷായങ്ങൾ കൊടുക്കുന്നത് വഴി നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ അത് ഹൈപ്പർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ യൂറിക് ആസിഡ് കൺട്രോൾ ആവൂ. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ അത് ഹൈപ്പർ ടെൻഷൻ്റെ നോർമലൈസ് ചെയ്യാനുള്ള മെഡിസിൻസ് കഴിക്കുക. അതുവഴി യൂറിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും ഇതുപോലെ യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. അവരെല്ലാം മെഡിക്കേഷൻസ് കറക്റ്റായിട്ട്, അതിൻ്റെ മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നത് വഴി യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അമിത ഭാരമുള്ളവരിലാണ് ഇതുപോലെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നെങ്കിൽ അവർ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് മൂലം തന്നെ നമുക്ക് കുറേയൊക്കെ യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കൂട്ടുക, അതായത് ഡെയിലി ഡീഹൈഡ്രേഷൻ പോലുള്ള ഇഷ്യൂസ് ഒഴിവാക്കുക. ഇനി യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹോം റെമഡീസ് എന്തൊക്കെയാണ് അവൈലബിളിനെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മല്ലിയും അതുപോലെ തന്നെ ജീരകവും ഡ്രൈ റോസ്റ്റ് ചെയ്യുക, അതായത് നന്നായിട്ട് പാനിലിട്ട് നന്നായിട്ട് വറുക്കുക. അതിനുശേഷം നമ്മൾ ഇത് വെള്ളം തിളപ്പിക്കുന്ന, നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത മല്ലിയും ജീരകവും കൂടെ ഇട്ട് നമുക്ക് എടുത്തതിന് ശേഷം ഇത് കുടിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് നമുക്ക് കുറയാനായിട്ട് സഹായിക്കുന്ന ഒരു പാനീയം തന്നെയാണ് ഇതുപോലെ മല്ലിയും ജീരകവും ഇട്ട വെള്ളം. അതുപോലെ തന്നെ നമുക്ക് ഉലുവയിട്ട വെള്ളവും ഇതുപോലെ ഹെൽപ്ഫുള്ളാണ്. ഇത് ഉലുവയിട്ട വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഓവർനൈറ്റ് വെച്ചേക്കുക, ഒരു രാത്രി മൊത്തം അത് സോക്ക് ചെയ്യാൻ വെച്ചേക്കാം. അതിനുശേഷം രാവിലെ നമുക്കത് വെറും വയറ്റിൽ കുടിക്കുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതുപോലെ
അത് ഉലുവ നമുക്ക് അത് ചവച്ചരച്ച് കഴിക്കുന്നതും എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് യൂറിക് ആസിഡ് കുറച്ച് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഞെരിഞ്ഞിലിൻ്റെ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഞെരിഞ്ഞിൽ ഒരു ഡയോററ്റിക് ആയിട്ട് ആക്ട് ചെയ്ത് നമ്മുടെ യൂറിക് ആസിഡ് അധികമുള്ളത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് നമ്മുടെ ഞെരിഞ്ഞിലിൻ്റെ സീഡ്സ്. അതിൻ്റെ അരി നല്ല മുള്ളുള്ള അരിയാണ്. അത് എടുത്ത് ഒരു 30 ഗ്രാം എടുത്ത് 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 15 മിനിറ്റോളം തിളപ്പിക്കുക. അതിനുശേഷം അത് അരിച്ചെടുത്ത് നമ്മൾ തണുത്തതിന് ശേഷം കുടിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഇതുപോലെ യൂറിക് ആസിഡ് പോലുള്ള കൂടുതലായിട്ടുള്ള ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതുപോലുള്ള ഹോം റെമഡീസ്. അതുപോലെ തന്നെ തഴുതാമ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തോരൻ വെച്ച് കഴിക്കുന്നതും വളരെ ഹെൽപ്ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.